ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ ഉണങ്ങിയ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ വെച്ചിട്ട് കുറച്ച് ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. സക്സസ് ആവുമോ എന്നുള്ളത് വീഡിയോയിലെ ലാസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് അധികം ഉണ്ടായിരുന്നു ഉണങ്ങിയ തേങ്ങ. അപ്പോൾ ഒരു 10 തേങ്ങയോളം ഉണ്ട് ഇത് കേട്ടോ, ഉണങ്ങിയ കൊപ്പര. അപ്പോൾ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. തേങ്ങ പൂണ്ടെടുക്കുമ്പോൾ നടുവിൽ വിരലൊന്ന് അപ്പോൾ അത് ചീന്തിപ്പോയി. ഞാൻ കത്തി വെച്ചിട്ടാണ് പൊട്ടിച്ചെടുത്തത്. അതിൽ അടുക്കളയിൽ നിന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പുറത്തൊക്കെ നല്ല മഴയാണ്. അപ്പോൾ ടൈല് പൊട്ടാതിരിക്കാൻ ഒരു മരത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കൊത്തിയിട്ട് പൊട്ടിച്ചെടുത്തത്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയിട്ടെടുക്കാം. ഇത് കൈ മുറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കൈ വെച്ചിട്ടാണ് കഴുകുന്നതൊക്കെ ചെയ്യുന്നത്. നല്ല ബ്ലഡ് പോയിരുന്നു കയ്യിൽ നിന്ന്. അപ്പോൾ ഒറ്റ കൈ കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ഉണങ്ങിയ കൊപ്പര ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അധികം ഒന്ന് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുറത്തൊക്കെ കൊടുത്ത് ആട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓയിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു സമയത്ത് ഓയിലിനൊക്കെ നല്ല വിലയും ആണല്ലോ, കോക്കനട്ട് ഓയിലിന്. അപ്പോൾ ഞാനിതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരു 3 വിസിൽ വരണം. 3 വിസിൽ മതി. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ 3 വിസിലാണ് വേണ്ടുള്ളൂ. അപ്പോൾ 3 വിസിൽ വരുന്നവരൊന്ന് വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ വിസിൽ വന്നതിന് ശേഷമാണിത്. അപ്പോൾ അതൊന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല. മോനാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരു തോർത്തും കൊണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച തേങ്ങ. പിന്നെ അതിൽ നിന്ന് ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു അടിയായിപ്പോയി. കാരണം ഒരു കൈ വെച്ചിട്ടാണ് പാലൊക്കെ പിഴിയേണ്ടി വന്നത്. അപ്പോൾ അത്ര ബാറിൽ എനിക്ക് പിഴിയാൻ പറ്റിയിട്ടില്ല. മറ്റേ കയ്യിൽ നല്ല ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനങ്ങാൻ പറ്റില്ല. അനക്കിയാൽ ബ്ലഡ് വരും. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഈ പാലെടുത്തിട്ടുള്ളത്. മാക്സിമം എന്നെ കൊണ്ടാവും പോലെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പാലെടുക്കാം. 2 തവണയാക്കിയിട്ട് പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ. അപ്പോൾ തണുത്തതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ ഉറച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളവും അതിൻ്റെ തേങ്ങാപ്പാലും വേറെ വേറെ കിട്ടും. അതിനാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് നമുക്ക് ആ തേങ്ങാപ്പാൽ മാത്രം മതി. മുകളിലുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ബാക്കിയുള്ള ഈ കട്ട പിടിച്ചിട്ടുള്ള ആ തേങ്ങൻ്റെ പാല് മാത്രം മതി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതാണ് ഗുണം. അപ്പോൾ പിന്നെ ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് എത്ര ടൈം കുക്ക് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാനത് അടുപ്പ് കത്തിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഞാനിത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കൊപ്പര ഞാൻ ഒഴിവാക്കി ഇട്ടതായിരുന്നു. കാരണം ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. ഇതിന് മുമ്പ് ഒരുപാട് തേങ്ങ അങ്ങനെ കളഞ്ഞതാണ് കൊപ്പര. കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5-6 എണ്ണമൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ വേറൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആവുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താവുക എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ചിരട്ടയും അതുപോലെ മടലൊക്കെ കിട്ടി. ഞാനത് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്ത് ഓയിൽ കിട്ടുകയാണെങ്കിൽ ഓയിലും കിട്ടി. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച സാധനം കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഒരു
1 ഹവറിൻ്റെ അടുത്തൊക്കെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഓയിലും തേങ്ങൻ്റെ പീരയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അടുപ്പ് കത്തിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് സമയം ഒരു 1 ഹവറിൻ്റെ അടുത്ത് തന്നെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കനലിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമല്ലോ. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് അത്രയും ഗ്യാസ് നഷ്ടപ്പെടുമല്ലോ. ഇതാ ഓയിലും ഇതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കിയിട്ട സാധനത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും വില കൂടിയൊരു സാധനം, അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെ ഉണ്ടാക്കി കിട്ടുക എന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമായിരുന്നില്ലേ. അപ്പോൾ ഈ ഓയിൽ കണ്ടപ്പോൾ എനിക്ക് അത്രയും ഹാപ്പി ആയിരുന്നു ഞാൻ ഉണ്ടാക്കി കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 5 തേങ്ങയൊക്കെ ഉണ്ടെങ്കിലും മതിയാവും ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനത് ഒരു തണിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എത്ര അളവൊന്നും അറിയില്ല എനിക്ക് എത്ര കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇതിലൊഴിച്ചപ്പോൾ ഇത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ 1/2 ലിറ്ററിലും പിന്നെ വേറെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. 1/2 ലിറ്ററിൽ കുറച്ച് കൂടുതൽ എനിക്ക് ഓയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ചെയ്ത് ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഉണങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്കിതാ 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഫുള്ളായിട്ട് കിട്ടി. പിന്നെ എക്സ്ട്രാ ഉള്ളത് ഈ പാത്രത്തിലുള്ളതാണ്. കുറച്ച് ഒരു 100 വെളിച്ചെണ്ണ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു.